വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. അദ്ദേഹം കളക്ടറേറ്റിലേക്കുള്ള യാത്രയിലാണ്. ഒപ്പം പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക്, രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ കളക്ടറേറ്റിലേക്കുള്ള യാത്രയിൽ ആരെല്ലാം ഉണ്ട്? കളക്ടറേറ്റിൽ അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി എത്തും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വയലറ്റ് വാഹനം, ആദ്യത്തെ വാഹനം എത്തിക്കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ എത്തും. CRPFന്റെ വാഹനമാണ് ആദ്യം എത്തിയിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഇടയിലാണ് രാഹുൽ ഗാന്ധി ഒരു താരമണ്ഡലത്തിൽ വയനാട്ടിൽ വീണ്ടും മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുന്നത്. നമുക്ക് കളക്ടറേറ്റിന്റെ കവാടത്തിൽ ഉള്ള സുരക്ഷാ ബന്ദോബസ്ത് കാണാം. ഒന്ന് ക്യാമറ ഇങ്ങോട്ടേക്ക് രാജേഷ് ഉള്ളേരി കൊണ്ട് പാൻ ചെയ്യുമ്പോൾ കാണാം, കളക്ടറേറ്റിനകത്ത് ജീവനക്കാർ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി വരുന്നത് കാണാൻ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കളക്ടറേറ്റ് അങ്കണത്തിൽ, കളക്ടറേറ്റിന് മുൻപിൽ രാഹുൽ ഗാന്ധി വരുന്നത് കാണാൻ കാത്തു നിൽക്കുന്ന ജീവനക്കാരുടെ തത്സമയ ദൃശ്യങ്ങളാണ്. ഈ രീതിയിൽ വലിയ ആവേശം പൊതുവിലുണ്ട്. ഇത് കളക്ടറേറ്റിലെ ജീവനക്കാരുടെ ദൃശ്യമാണെങ്കിൽ പുറത്ത് പാർട്ടി പ്രവർത്തകരുടെ വലിയ ആവേശത്തിന്റെ ദൃശ്യമാണ് നമ്മൾ റോഡ് ഷോയിൽ കണ്ടത്. അല്പസമയത്തിനകം തന്നെ കളക്ടറേറ്റിലേക്ക് രാഹുൽ ഗാന്ധി എത്തും. CRPFന്റെ ആദ്യ വാഹനം എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം കളക്ടറേറ്റിൽ എത്തുന്നു. എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്രികാ സമർപ്പണം നടക്കും. നേതാക്കൾ, നേരത്തെ പ്രവിധ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെയുണ്ട്. ഒപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധിയുണ്ട്, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതുപോലെ തന്നെ ചുമതലക്കാരിയായ ദീപാദാസ് മുൻഷി, ചുമതലയുടെ വഹിക്കുന്ന പ്രധാന നേതാവ്. മറ്റൊന്ന്, ഒപ്പം കേരളത്തിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ രമേശ് ചെന്നിത്തല, VD സതീശൻ, MMSN തുടങ്ങിയ നേതാക്കളെല്ലാം, വയനാട്ടിലെ പ്രമുഖ നേതാക്കൾ, ഇവരെല്ലാം തന്നെ ഒരുമിച്ച് കളക്ടറേറ്റിലേക്ക് എത്തുന്നു. പത്രികാ സമർപ്പണ വേളയിൽ കുറച്ച് നേതാക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നിയന്ത്രണം ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ഏതായാലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ വലിയ ആവേശത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നു, പത്രികാ സമർപ്പണത്തിന് എത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. പ്രവിധ, അതെ, കളക്ടറേറ്റിലെ ജീവനക്കാർ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയെ കാണാനായി തടിച്ചുകൂടിയിട്ടുണ്ടെന്നാണ് അല്പസമയം മുൻപ് ദീപക് ധർമ്മടം പറഞ്ഞത്. എന്തായാലും ഒരു ദേശീയ നേതാവ് എത്തുന്നു എന്നുള്ള ഒരു പ്രാധാന്യം കൂടി ഉണ്ടല്ലേ? ദീപക് ധർമ്മടം, കേൾക്കാമോ? കേൾക്കാം പ്രവിധ, ചോദിക്കൂ. അതെ, ഞാൻ ചോദിച്ചത്, ദീപക് അല്പസമയം മുൻപ് പറഞ്ഞിരുന്നല്ലോ രാഹുൽ ഗാന്ധിയെ കാണാൻ കളക്ടറേറ്റിൽ ജീവനക്കാർ ഉൾപ്പെടെ തടിച്ചുകൂടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു ദേശീയ നേതാവ് എത്തുന്നുള്ള ഒരു പ്രാധാന്യം കൂടി ഇന്നുണ്ട്. തീർച്ചയായും രാഹുൽ ഗാന്ധി എന്നുള്ള താരപരിവേഷമുള്ള സ്ഥാനാർത്ഥി, ഇപ്പം ദേശീയ തലത്തിൽ തന്നെ മോഡിയെ നേരിടുന്ന ഒരു പ്രധാന നേതാവ് എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാവ് രാഹുൽ ഗാന്ധിക്ക് വലിയ താരപരിവേഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രവിധ കളക്ടറേറ്റിലെ ജീവനക്കാർ ഉൾപ്പെടെ ായിട്ട് പോലും കളക്ടറേറ്റിന് പുറത്ത്, കളക്ടറേറ്റ് അങ്കണത്തിൽ രാഹുൽ ഗാന്ധിയെ അവരൊക്കെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് ഇപ്പോൾ കളക്ടറേറ്റ് അങ്കണത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി എത്തും. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, അവസാനവട്ട സുരക്ഷാ പരിശോധന നടന്നു കഴിഞ്ഞു, എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. CRPF ഇവിടുത്തെ കളക്ടറേറ്റിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഏറ്റെടുത്തു. വലിയ നിലയിൽ തന്നെ ബാംഗ്ലൂരിൽ നിന്നെത്തിയ CRPF ഉദ്യോഗസ്ഥരെ കാണാം. ഇതുകൂടാതെ തന്നെ കേരളത്തിലെ പോലീസിന്റെ വലിയ സാന്നിധ്യമുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് കളക്ടറേറ്റ് അങ്കണത്തിലെ മാവിൻ ചുവട്ടിൽ എത്ര പേരാണ് കൂടി നിൽക്കുന്നത് എന്നുള്ളത്. ഇതുപോലെ ഓരോ ഇടങ്ങളിലും രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടിയുള്ള തിരക്കുണ്ട്. വലിയ റോഡ് ഷോ ആയിരുന്നു നടത്തിയത്. വലിയ രീതിയിൽ നേതാക്കൾ എത്തി, ഒപ്പം പ്രവർത്തകരെത്തി. റോഡ് ഷോ അവസാനിച്ച് അല്പസമയത്തിനകം തന്നെ കളക്ടറേറ്റിലേക്ക് രാഹുൽ ഗാന്ധി എത്തും. പ്രവിധ, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വയനാട് മണ്ഡലത്തിൽ UDF പ്രവർത്തകരെ ഇളക്കി മറിച്ചുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത്. രാഹുൽ ഗാന്ധി റോഡ് ഷോ, തുറന്ന വാഹനത്തിലായിരുന്നു റോഡ് ഷോ നടത്തിയത്. അതിനുശേഷം കളക്ടറേറ്റിലേക്കുള്ള യാത്രയ്ക്കായി അദ്ദേഹം കാറിലേക്ക് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുണ്ട്, ഒപ്പം മറ്റ് UDF നേതാക്കളുണ്ട്, ഒപ്പം മറ്റ് ദേശീയ നേതാക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ദീപാദാസ് മുൻഷി, അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഒരു ദേശീയ നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ താരപരിവേഷമുണ്ട്. അദ്ദേഹത്തെ കാണാനായി റോഡിന് ഇരുവശവും കോൺഗ്രസ് പ്രവർത്തകരല്ല, സാധാരണ ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ദീപക് ധർമ്മടം നൽകുന്ന വിവരം. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം കളക്ടറേറ്റിലെത്തും, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും.